ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ഒരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു. ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയും കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയ ഫോൺസും ആപ്പിൾ ഫോൺസും മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ വളരെ സാമ്പത്തികമായി ഞെരുങ്ങിയൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാനൊരു ബഡ്ജറ്റ് ഫോണിലേക്ക് സ്വിച്ച് ഓവർ ചെയ്തു. അതായത് ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയയുടെ 5 എന്നുള്ളൊരു ഫോണായിരുന്നു. അടിപൊളി ക്യാമറ ക്ലാരിറ്റിയുള്ള ഒരു ഫോണായിരുന്നു. ഇതിന് മുന്നുള്ള വീഡിയോസ് എല്ലാം നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞൊരു ഫെബ്രുവരി മാർച്ച് ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്നല്ല ട്രിപ്പോഡിൽ ഫോൺ വെച്ചാണ്, പക്ഷെ സ്ലിപ്പായിട്ട് താഴെ വീണ് അതിൻ്റെ സ്ക്രീൻ പൊട്ടി. ഓക്കെ, പിന്നെ ലോക്ക്ഡൗണിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു ചാർജർ ഇട്ട് യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ ബാറ്ററി ബൾജാവും ചെയ്തു. ഇപ്പോൾ എന്താ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജർ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി സ്വിച്ച് ഓഫ് ആവും. പിന്നെ നമ്മളൊരു 6 മാസത്തെ കാലം വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഇനിയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ഫോണൊക്കെ നോക്കി. പിന്നെ ചൈനീസ് ബ്രാൻഡുകൾ ഞാൻ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബഡ്ജറ്റ് ഫോൺ നോക്കി നടന്ന് അവസാനം ഞാനൊരു സാംസങ് ഫോൺ എടുക്കാം എന്ന് തീരുമാനിച്ചു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം നോക്കിയ ഫോൺസാണ്. കാരണം ക്യാമറയുടെ കാര്യത്തിൽ അപാര ക്ലാരിറ്റിയാണ് അത് തരിക. ഓക്കെ, അതായത് എല്ലാവർക്കും തെറ്റിദ്ധാരണയുണ്ട്. അതായത് മെഗാ പിക്സൽ കൂടി കഴിഞ്ഞാൽ ക്ലാരിറ്റി കൂടുന്നു. അത് തെറ്റായ ധാരണയുണ്ട്. ക്ലാരിറ്റി വേറെ, മെഗാ പിക്സൽ വേറെ. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഞാൻ നെറ്റിലൊക്കെ നോക്കുമ്പോഴും സാംസങ്ങിൻ്റെ ഫോണ് ഭയങ്കര വിലയാണ്. അതായത് ഒരു 14,000 റേഞ്ചിൽ നിന്നൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പം ഞാനും പരമാവധി ചിലവ് ചുരുക്കാം എന്ന് വെച്ചിട്ടാണ് ഞാനൊരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ പാലക്കാട് ടൗണിൽ പോയിട്ട് പല ഷോറൂമുകളിലൊക്കെ നോക്കുമ്പോൾ അവിടെയും 13,000 14,000 റേഞ്ചുള്ള ഫോണുകളൊക്കെ. പക്ഷെ ഒരു കട കയറിയപ്പോൾ അവിടെ സാംസങ്ങിൻ്റെ തന്നെ ഒരു മോഡൽ 11,500 രൂപ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം വാങ്ങിച്ചു. കാരണം എൻ്റെ ബേസിക് നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ചെയ്യണം, പിന്നെ അത്യാവശ്യം ഫോട്ടോ വീഡിയോസ് എടുക്കണം. അപ്പോൾ ഒരു ഫോൺ അർജൻറ്റ് ആയതുകൊണ്ടും കയ്യിലിപ്പോൾ കുറച്ച് ഷോർട്ടേജ് ആയതുകൊണ്ടും ഞാൻ സാംസങ്ങിൻ്റെ ഗാലക്സി, അതായത് സാംസങ് M11 എന്ന് പറഞ്ഞൊരു മോഡലാണ് എടുത്തത്. 5000 mAh ബാറ്ററി, പിന്നെ ഒരു ട്രിപ്പിൾ ക്യാമറ, പിന്നെ അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെയാണ് ഫോണുള്ളത്. അതിൻ്റെ M11 സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് നെറ്റിലടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇതിൻ്റെ കൂടി നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലാരിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയാം. എന്തായാലും എനിക്ക് വീഡിയോ ക്ലാരിറ്റി ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. വളരെ ലോ ക്ലാരിറ്റി ഉള്ള വീഡിയോസൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് നാളത്തേക്ക് ഈ ഫോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കയ്യിൽ അത്യാവശ്യം പൈസ വരുമ്പോൾ ഇനി പുതിയൊരു നല്ല ഫോണോ എന്തെങ്കിലും എടുക്കണം എന്നാണ് ഒരു ഉദ്ദേശം. അപ്പോൾ ഞാൻ ഇവിടുന്ന് എടുത്തപ്പോൾ എനിക്ക് ഇതാണ് കേട്ടോ, ഞാൻ എടുത്ത കടയിൽ നിന്നുള്ള ബില്ലാണ്. 11,500 രൂപയാണ് നമുക്ക് ബിൽ എമൗണ്ട് ആയത്. അതിൻ്റെ കൂടെ ഒരു ലോക്കലായിട്ടുള്ള നമുക്ക് ഹെഡ്സെറ്റും തന്നു. പിന്നെ ഒരു ടെമ്പേർഡ് ഗ്ലാസ് ഫ്രണ്ടിലോട്ട് തന്നു. ഇതാണ് ആ ലോക്കലായിട്ടുള്ള ഇയർഫോൺ. ഓക്കെ, ഇത് കൊണ്ടുവന്നപ്പോൾ വെച്ച് നോക്കിയപ്പോൾ വർക്ക് ചെയ്യുന്നില്ല സാധനം. പിന്നുള്ളത് ഒരു ടെമ്പേർഡ് ഗ്ലാസ് അവർ ഒട്ടിച്ചു തന്നു. ഇതാണ് അവർ ഒട്ടിച്ചു തന്ന ടെമ്പേർഡ് ഗ്ലാസ്. ഇത് രണ്ടും എൻ്റെ കൂടെ ഫ്രീ ആയി തന്നു. പിന്നെ എന്തോ ഗോൾഡിൻ്റെ ലക്കി ഡിപ്പാ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അത് 2 ദിവസം കഴിഞ്ഞ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ദൈവത്തിന് അറിയാം. പിന്നെ ഇതാണ് നമ്മുടെ ഫോൺ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇപ്പോൾ നമ്മൾ നമ്മുടെ നോക്കിയ 5ൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ വെച്ചിട്ടാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ, നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഫോണ്. ഇപ്പോൾ സ്പെസിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മറന്നുപോയിട്ട്. കാരണം കുറേ ഫോൺ ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നത്. ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത് സാംസങ്ങിൻ്റെ M31s എന്നുള്ള മോഡലായിരുന്നു. അത് 17,000 ചില്ലാനും രൂപ കണ്ടാണ് അതിനകത്തുള്ളത്. പക്ഷേ ഞാൻ ആലോചിച്ചു, നമ്മൾ ഈ കൊറോണ സമയത്ത് വെറുതെ പൈസ കളയണതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബഡ്ജറ്റ് ഫോണിലേക്ക് മാറാമെന്ന് വിചാരിച്ചത്. കാരണം നമുക്ക് പൈസ വരാതെ നമ്മൾ ദൂരത്തടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആൾക്കാരുടെ നിന്ന് കടം വാങ്ങിക്കേണ്ടി വരും. ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ബഡ്ജറ്റ് ഫോണിലേക്ക് പോയത്. തുറന്ന് കാണിച്ചിട്ട് ഞാൻ ഓൾറെഡി ഇത് കടയിൽ നിന്ന് തുറന്നു നോക്കിയതാണ്.
അത്യാവശ്യം സെറ്റിങ്സ് എല്ലാം ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബഡ്ജറ്റ് ഫോണാണ് കേട്ടോ. കാരണം സാംസങ് ആയതുകൊണ്ട് ഒരു എന്താ പറയുക, ബ്രാൻഡ് വാല്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത്. വിവോൻ്റെയും വേറെ കമ്പനീസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അവോയ്ഡ് ചെയ്തതാണ്. റിയൽമി, റെഡ്മി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തതാണ്. സാംസങ് ഓർ നോക്കിയ എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു. നോക്കിയ ഫോൺസൊന്നും ഞങ്ങളുടെ നാട്ടിൽ കിട്ടാനില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ കേസിങ്, കവറ്. അത് തുറന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ യൂസർ മാനുവലൊക്കെ ഉള്ള ഒരു ബോക്സ് ഉണ്ട് കേട്ടോ. ഇതിനകത്താണ് യൂസർ മാനുവലും സാധനങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അതിനകത്താണ് നമ്മുടെ ഫോൺ ഇരിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ ഫോൺ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിനകത്തുള്ളത് അതിൻ്റെ ചാർജർ കേബിൾ ടൈപ്പ് സി ആണ് കേട്ടോ. ടൈപ്പ് സി ചാർജർ കേബിളുണ്ട്. പിന്നെ 15 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു സിമ്മിൻ്റെ പിൻ എജക്ടർ, ഇതും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. വെറൈറ്റി ഡിസൈനിലാണ്. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. ഇതാണ് ഇതിനകത്ത് കേസിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്. കവറ് ഊരിയിട്ടില്ല കേട്ടോ. പുറകിൽ 3 ക്യാമറ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് പഞ്ച് ഹോൾ ക്യാമറ ഉണ്ട്. അപ്പോൾ കവറിന്ന് എടുക്കുകയാണ്. ഇതാണ് നമ്മൾ വാങ്ങിച്ച 11,500 രൂപയുടെ ഫോൺ. ഇതാണ് ഫോൺ. ഓക്കെ, ഇതാണ് ഫോണ്. ഇതതിൻ്റെ പുറകിലുള്ള ക്യാമറാസ്, ട്രിപ്പിൾ ക്യാമറയാണ്. ഇതാണ് അതിൻ്റെ സ്ക്രീൻ. ഓക്കെ, അത്യാവശ്യം തെറ്റൊന്നുമില്ല. പക്ഷെ എനിക്ക് ക്യാമറ ക്ലാരിറ്റി എത്ര ഇങ്ങോട്ട് ബോധിച്ചില്ല. ഫ്രണ്ട് ക്യാമറ തീരെ ക്ലിയർ ഇല്ല, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റും. അപ്പോൾ ഇതിലെടുത്തുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഫ്രണ്ട് ക്യാമറ കണ്ടിട്ട് എനിക്ക് നഷ്ടമാണെന്ന് അറിയാം, പക്ഷെ നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ല. പൈസ വെറുതെ കളയാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം ഈ ഫോൺ വെച്ചിട്ട് കുറച്ച് കാലം അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഫോൺ എടുക്കാനുള്ള കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന് 5000 mAh ബാറ്ററി. രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ചൈനീസ് ഫോണും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ്. അപ്പോൾ ഇതുകൊണ്ടെടുത്തുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. ബൈ. പിന്നെ ഇനി നമ്മൾ മൊബൈൽ റിവ്യൂസ്, ലാപ്ടോപ്പ് റിവ്യൂസ്, ക്യാമറ റിവ്യൂസ് ഇതെല്ലാം നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോൺ എടുക്കണം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് എടുക്കണം, ക്യാമറ എടുക്കണം എന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. അതിനെ പറ്റിയിട്ട് ഏറ്റവും ലളിതമായ രീതിയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇൻക്ലൂഡിങ് പ്രൈസ്. അപ്പോൾ ശരി.